സ്ട്രൈക്കിൽ ഷാഹിദ് ബൗൾ ചെയ്യുന്നു. സജിത്തിന്റെ റിവേഴ്സ് ഷോട്ടിലൂടെ ഒരു കൂറ്റൻ 6 നേടുന്നു ഷാഹിദ്. സ്ട്രൈക്കിൽ നൗഫലിന്റെ ബാറ്റിൽ നിന്ന് അങ്ങേക്കിലേക്ക് ഒരു 6 വരുന്നു. ടൂർണമെന്റിലെ മികവുറ്റൊരു 6-വുമായി നല്ലൊരു ബാറ്റിംഗുമായി ബിപിൻ ടൈറ്റൻസിന് വേണ്ടി ഒരു റിവേഴ്സിന് ശ്രമിക്കുന്നു. നല്ലൊരു 6 നേടുന്നു. ഒരു കൂറ്റൻ 6 റിവേഴ്സ് ഷോട്ടിലൂടെ ഷംഭുവിന്റെ ബാറ്റിൽ നിന്ന് വീണ്ടും പിറക്കുന്ന ഒരു കൂറ്റൻ 6 എന്ന് ടൈറ്റൻസിന് വേണ്ടി കപ്പ് ഉയർത്തി അടങ്ങൂ എന്ന വാശിയിലാണ്. ഓവറിൽ ആദ്യ ബോൾ സ്ട്രൈക്കിൽ റിയാസിന്റെ ബാറ്റിൽ നിന്ന് സ്ട്രൈറ്റിലോട്ടൊരു ഷോട്ട് ഫീൽഡർ സഹീർ നല്ലൊരു ക്യാച്ച് എടുക്കുന്നു. സ്റ്റാർ സ്ട്രൈക്കേഴ്സ് സജ്മാന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ഷിബിലി ആൻഡ് അനസ. ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരം. ഓവറിൽ ആദ്യ ബോൾ സജിത്ത് നല്ലൊരു ബൗളിംഗുമായി സജിത്ത്. സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് വേണ്ടി സ്ട്രൈക്ക് ചെയ്തു അനസ. അതേ ബോളിൽ ഒരു സിംഗിൾ റൺ എടുക്കും. 20 ഓവർ മത്സരമാണ് ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ രണ്ടാമത് സീസൺ ഫൈനൽ. യാർന്ന ബൗളിംഗുമായി സജിത്ത്. ടൈറ്റൻസ് ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി ബൗളിംഗ് സജിത്തിന്റെ പന്തിൽ ആദ്യ ബൗണ്ടറി നേടുന്നു ഷിബ്ലിയുടെ ബാറ്റിൽ നിന്നും. രണ്ടാമത്തെ ഓവർ ബോൾ ചെയ്യുന്നു സാജൻ. ആദ്യ ബോൾ അനസ് ഡിഫൻഡ് ചെയ്യുന്നു. റൺസ് നേടാൻ സാധിക്കുന്നില്ല. വീണ്ടും നല്ലൊരു ബൗളിംഗ് ലെഗ് ബൈ റൺ നേടുന്നു. ഷിബിലി സ്ട്രൈക്കിലെത്തുന്നു. നല്ലൊരു കൃത്യതയാർന്ന ബൗളിംഗ് സാജൻ. ടൈറ്റൻസ് ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി സാജൻ ഷിബിലി ഏറ്റെടുക്കുന്ന ഒരു അനായാസ ക്യാച്ചിലൂടെ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു സ്ട്രൈക്കേഴ്സിന്. സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് വേണ്ടി ബാറ്റർ റിയാസ്. സജൻ ആദ്യ പന്തിൽ റിയാസിന് സ്കോർ നേടാൻ സാധിക്കുന്നില്ല. ടൈറ്റൻസിന് നല്ലൊരു തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു കൃത്യതയാർന്ന ബൗളിംഗുമായി സാജൻ. നല്ലൊരു ബൗളിംഗുമായി വീണ്ടും സജ്ജത. 20 ഓവർ മത്സരമാണ് ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ രണ്ടാമത് സീസണിന്റെ ഫൈനൽ. വീണ്ടും ഒരു ഡോട്ട് ബോൾ. കൃത്യതയാർന്ന ബൗളിംഗുമായി സജിത്ത്. ക്യാപ്റ്റൻ സജിത്ത് മുന്നിൽ നിന്ന് പട്ടം നയിക്കുന്നു. വീണ്ടും ഒരു ഡോട്ട് ബോൾ. 3 ഓവർ പിന്നിടുമ്പോൾ സ്റ്റാർ സ്ട്രൈക്കേഴ്സ് സജ്മാൻ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 6 റൺസ് കഴിഞ്ഞ ഓവറിൽ സജിത്ത് ടൈറ്റൻസിന് വേണ്ടി ഒരു മെയിൻ ഓവർ എറിഞ്ഞിരുന്നു. 4 സജീഷ് ഓഫ് സൈഡ് വൈഡ് സിഗ്നൽ അമ്പയർ. സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് വേണ്ടി സ്ട്രൈക്കിൽ റിയാസ്. ഒരു കീപ്പർ ക്യാച്ച് മിസ്സായി പോകുന്നു. പന്ത് ബൗണ്ടറിയിലേക്ക് ഫീൽഡർ പിറകെ. സ്ട്രൈക്കിൽ റിയാസ് ഓപ്പിലേക്ക് ഒരു ഷോട്ട്. പന്ത് ബൗണ്ടറിയിലേക്ക് ഫീൽഡർ പിറകെ. ഒരു 2 റണ്ണോടെ പൂർത്തിയാക്കുന്നു. സജീഷിന്റെ പന്തിൽ വീണ്ടും പന്ത് ബൗണ്ടറിയിലേക്ക്. ഒരു ഡോട്ട് ബോൾ. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. പന്ത് ബൗണ്ടറിയിലേക്ക്. സജീഷിന്റെ ഈ ഓവറിൽ അധിഷ്ഠം റൺ വരുന്നു സ്റ്റാർ സ്ട്രൈക്കേഴ്സിന്. 4 ഓവർ പൂർത്തിയാകുമ്പോൾ സ്റ്റാർ സ്ട്രൈക്കേഴ്സ് 22 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. 5-ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തിരിക്കുന്നു സാജൻ. ആദ്യ ഓവർ റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റ് നേടിയ ബൗളറാണ്. 20 ഓവർ മത്സരമാണ്. അതുകൊണ്ട് തന്നെ വിക്കറ്റ് കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ളത് ബാറ്റിംഗ്. വീണ്ടും ഒരു ഡോട്ട് ബോൾ. ബൗളിംഗ് സാജൻ കൃത്യമായി പന്തെറിയുന്നു. ഓവറിൽ അവസാന ബോൾ. ഇടും ഒരു ഡോട്ട് ബോളും. 5 ഓവർ പിന്നിടുമ്പോൾ സ്റ്റാർ സ്ട്രൈക്കേഴ്സ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 23 റൺസ്.
ആറാമത് ഓവർ ബൗൾ ചെയ്യാനെത്തിയിരിക്കുന്നു ടൈറ്റൻസിന് വേണ്ടി ഷാംബു. സ്ട്രൈക്കിൽ റിയാസ്. ഷാംബുവിൻ്റെ ഓവറിൽ ആദ്യ ബോൾ സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു അനസ്. ഇടം ഒരു ബോൾ. അനസ് ഒരു കുറ്റൻ ഷോട്ട്. ഫീൽഡർ വിട്ട് കളയുന്നു. 2 റണ്ണോടെ പൂർത്തിയാക്കുന്നു. ഇതൊരു ബൗളിംഗ്, അമേസിംഗ് ബൗളിംഗുമായി ഷംബു. വീണ്ടും ഒരു ക്യാച്ച് മിസ്സായി പോകുന്നു. അനസ് നല്ലൊരു ബാറ്ററാണ്, പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. 2 അവസരങ്ങൾ ലഭിക്കുന്നു. ബൗൾ ചെയ്യുന്നു ഷംബു. ഷംബുവിൻ്റെ അടുത്ത ബോൾ. വീണ്ടും ഒരു ചേഞ്ചർ ബൗളിങ്ങിലൂടെ ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. 6 ഓവർ പവർ പ്ലേ പിന്നിടുമ്പോൾ സ്റ്റാർ സ്ട്രൈക്കേഴ്സ് സജ്ജമാൻ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 26 റൺസ്. ടൈറ്റൻസ് ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി 7ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തിരിക്കുന്നു അനസ്. സ്ട്രൈക്കിൽ റിയാസ്. അനസിന്റെ ആദ്യ ബോൾ. സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. റിയാസിന്റെ ബാറ്റിൽ നിന്നൊരു കൂറ്റൻ ഷോട്ട്. ഫീൽഡർ സാച്ചൻ അനായാസം കൈകളിൽ ഒതുക്കുന്നു. 2ാമത്തെ വിക്കറ്റും സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് നഷ്ടമാകുന്നു. സ്റ്റാർ സ്ട്രൈക്കേഴ്സ് യജമാനു വേണ്ടി ന്യൂ ബാറ്റർ റിഫാദ് സ്ട്രൈക്കിലെത്തുന്നു. ബൗൾ ചെയ്യുന്നു ഷാംബു. വീണ്ടും ഇതൊരു ബൗളിംഗ്. ഇത് റിഫാദിന്റെ വിക്കറ്റും നഷ്ടമാകുന്നു. ഷംബുവിന്റെ ബൗളിംഗിൽ ഈ ഓവറിൽ 2 വിക്കറ്റുകളാണ് സ്റ്റാർ സ്ട്രൈക്കേഴ്സ് യജമാനു നഷ്ടമാകുന്നത്. ടൈറ്റൻസ് ഫൈനലിൽ കളി പിടിക്കുന്ന ബൗളിംഗ് ആണത്. 26 റൺസ് ആകുമ്പോഴേക്ക് 3 വിക്കറ്റുകൾ നഷ്ടമാകുന്നു 7ാമത്തെ ഓവറിൽ. സ്റ്റാർ സ്ട്രൈക്കേഴ്സ് യജമാനു വേണ്ടി ന്യൂ ബാറ്റർ നാസ് സ്ട്രൈക്കിലെത്തുന്നു. ബൗൾ ചെയ്യുന്നു അനസ്. വൈഡ് സിഗ്നൽ അമ്പയർ. വീണ്ടും അനസിന്റെ കൃത്യതയാർന്ന ഒരു ബൗളിംഗ്. 2 വിക്കറ്റുകൾ നേടിയിരുന്നു അനസ് ഓവറിൽ. ഓവർ 2 വിക്കറ്റ്. എന്തൊരു ഓവർ ഇത്! ഫൈനൽ മത്സരത്തിൽ 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് മേഡൻ ഓവർ എറിയുന്നു അനസ്. ടൈറ്റൻസിന്റെ ബൗളിംഗിന്റെ കൃത്യത്തിന്റെ മുന്നിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. 7 ഓവർ പിന്നിടുമ്പോൾ 27 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. അനസിന്റെ ബാറ്റിൽ നിന്ന് സ്ട്രൈക്കിലെത്തുന്നു നാസിർ. ഷാംബുവിന്റെ ബൗളിംഗിൽ ലോങ് ഓഫിലേക്ക് ഒരു ഷോട്ട്. നാസിയുടെ ബാറ്റിൽ നിന്ന് ഒരു ഡബിൾ ഓടി പൂർത്തിയാക്കുന്നു. കൃത്യമായ ബൗളിംഗുമായി ടൈറ്റൻസ് കല്ലുപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 7 ഓവർ പിന്നിടുമ്പോൾ 27 റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിച്ചത്. 3 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു സ്റ്റാർ സ്ട്രൈക്കേഴ്സ് യജമാൻ. സ്ട്രൈക്കിൽ നാസി. ഷംബുവിന്റെ ബൗളിംഗ്. വെയിറ്റ് ചെയ്ത് ലെഗ് സൈഡിലേക്ക് ഒരു കൂറ്റൻ ഷോട്ട്. സിക്സർ പിറക്കുന്നു. ടൂർണമെന്റിലെ ഫൈനലിൽ ആദ്യ സിക്സർ നാസിയുടെ ബാറ്റിൽ നിന്ന്. നല്ലൊരു തിരിച്ചു വരവ്. ഒരു സിക്സർ വഴങ്ങിയതിന് ശേഷം ഷാംബു. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു അനസ്. 8 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 37 റൺസ് യജമാൻ സ്റ്റാർ സ്ട്രൈക്കേഴ്സ്. ടൈറ്റൻസിന് വേണ്ടി ബൗൾ ചെയ്യുന്നു അനസ്. സ്ട്രൈക്കിൽ നാസി. ആദ്യ ബോൾ. 2 ഇടാൻ സാധിക്കുന്നില്ല. ആഡിറ്റർ ബാറ്ററാണ് നാസി. ഇന്ന് സ്റ്റാർ സ്ട്രൈക്കേഴ്സിനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിന് സാധിക്കുമോ പറഞ്ഞതിന് മുന്നേ ഒരു ഷോട്ട് ശ്രമിക്കുന്നു. പക്ഷേ അനായാസ ക്യാച്ചുമായി വിഭിന്ന അനസ് 3ാമത്തെ വിക്കറ്റ് നേടുന്നു. സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് 4ാമത്തെ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു.
സജ്മാന് വേണ്ടി ന്യൂ ബാറ്റർ അസ്കർ ക്രിസിലെത്തുന്നു. ടൈറ്റൻസിന് വേണ്ടി ബൗളേഴ്സ് നിറഞ്ഞാടുന്ന ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 വിക്കറ്റുകൾ നേടിക്കഴിഞ്ഞു അനസ്. ന്യൂ ബാറ്റർ അസ്കർ. ആദ്യ ബോൾ റൺ നേടാൻ സാധിക്കുന്നില്ല. ഇതൊരു മേഡൻ ഓവറായി തീരും. 1 വിക്കറ്റ് നേടിയിരുന്നു. കഴിഞ്ഞ ഓവറിൽ 2 വിക്കറ്റുകൾ നേടിയൊരു വൈഡിലൂടെ മാത്രമാണ് റൺസ് വിട്ടുകൊടുത്തത്. ഈ ഓവറിൽ 5 പന്തുകൾ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നേടിയിരിക്കുന്നു അനസ് ടൈറ്റൻസിന് വേണ്ടി. ഒരു ബോളിംഗോ അവസാന പന്തിൽ ഒരു സിംഗിൾ നേടുന്നു. 20 ഓവർ മത്സരത്തിൽ 9 ഓവർ പിന്നിടുമ്പോൾ അജ്മാൻ സ്റ്റാർ സ്ട്രൈക്കേഴ്സ് 39 റൺസ് നേടുന്നു. ടൈറ്റൻസിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു വിനീത്. ഓവറിൽ ആദ്യ ബോൾ അസ്കർ. നല്ലൊരു കട്ട് ഷോട്ടാ. പന്ത് ബൗണ്ടറിയിലേക്ക്. ഫൈനൽ മത്സരം കളി നിയന്ത്രിക്കുന്നു ഫൈസൽ ഭായ്. ഓവറിലെ അടുത്ത ബോൾ ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ടാ. ഫീൽഡ് ചെയ്യുന്നു സജിത്ത്. ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. വീണ്ടും വിനീതിന്റെ കൃത്യമായ ബൗളിങ്ങിലൂടെ ടൈറ്റൻസ് പിടിമുറുകുന്നു. ഓവർ പിന്നിടുമ്പോൾ സ്റ്റാർ സ്ട്രൈക്കേഴ്സ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 44 റൺസ്. ടൈറ്റൻസിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു സഹീറിന്റെ ഓവറിൽ ആദ്യ ബോൾ സ്ട്രൈക്കിൽ അനസ്. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡറെ സാജിദ് ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. സ്ട്രൈക്കിൽ എത്തുന്നു അസ്കർ. നെക്സ്റ്റ് ബോൾ അസ്കറിന്റെ ബാറ്റിൽ നിന്ന് ഒരു സിക്സർ പിറക്കുന്നു. സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് 50 റൺസ് പിന്നിടാൻ 10 ഓവർ വേണ്ടി വന്നു. 11ാമത്തെ ഓവറിലെ 4ാമത്തെ പന്ത് സഹീർ. ഒരു റിവേഴ്സ് ഷോട്ടിൽ അസ്കർ ശപിക്കുന്നു. ഒരു ഡോട്ട് ബോൾ. ഒരു സിംഗിൾ റൺ നേടുന്നു അസ്കറിന്റെ ബാറ്റിൽ നിന്ന്. ഓവർ പൂർത്തിയാകുന്നു. അനസിന്റെ ബാറ്റിൽ നിന്ന് നല്ലൊരു ഷോട്ട് പിറക്കുന്നു. ഒരു സിക്സർ വരുന്നു. 11 ഓവർ പിന്നിടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 56. സ്റ്റാർ സ്ട്രൈക്കേഴ്സ് അജ്മാൻ. ആദ്യ ബോളിൽ അസ്കറിന്റെ ബാറ്റിൽ നിന്ന് നല്ലൊരു ഷോട്ട്. പക്ഷേ ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. 16 ടീമുകൾ പങ്കെടുത്ത ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ 2ാമത് സീസണിന്റെ ഫൈനലാണ് സ്റ്റാർ സ്ട്രൈക്കേഴ്സ് അജ്മാൻ ടൈറ്റൻസ് ക്രിക്കറ്റ് ക്ലബ്ബ്. ഇന്ന് ടൈറ്റൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് വളരെ കൃത്യമായി പന്തെറിയുന്നൊരു കാഴ്ചയാണ് ഈ ഫൈനൽ മത്സരത്തിൽ. ആധിപത്യം ഉറപ്പിക്കുന്നു ബൗളേഴ്സ് എന്ന്. ബൗൾ ചെയ്തു വിനീത്. എന്തൊരു ബൗളിംഗ് ഇത്. അസ്കറിന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. ബൗൾ ചെയ്തു വിനീത്. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. സാജൻ ഫീൽഡ് ചെയ്യുന്നു. 2 റണ്ണോടെ പൂർത്തിയാക്കുന്നു. 12 ഓവർ പിന്നിടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ സ്റ്റാർ സ്ട്രൈക്കേഴ്സ് 61 റൺസ് മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. 13ാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തുന്നു സാജൻ. ആദ്യ 2 ഓവർ എറിഞ്ഞ് 2 റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റും നേടിയ ബൗളറാണ്. ടെന്നീസ് ക്രിക്കറ്റ് ബാറ്റർമാരുടേതാണെന്ന് പറഞ്ഞവർക്കുള്ള ഒരു വായടപ്പൻ മറുപടിയാണ് ഇന്ന്. പറഞ്ഞു തീരും മുന്നേ ഒരു സിക്സർ നേടുന്നു അനസിന്റെ ബാറ്റിൽ നിന്ന്. ടെന്നീസ് ക്രിക്കറ്റ് ബാറ്റർമാരുടേത് മാത്രമല്ല ബൗളേഴ്സിൻ്റെത് കൂടിയാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു. പക്ഷേ അടുത്ത പന്തിൽ അനസ് ഒരു 6 നേടുന്നു. തുടരെ 2 ബൗണ്ടറികൾ നേടുന്നു സ്റ്റാർ സ്ട്രൈക്കേഴ്സ് അജ്മാന് വേണ്ടി. ഓപ്പണിംഗ് ഇറങ്ങിയതാണ് അനസ്. പതിയെ തുടങ്ങി നല്ലൊരു സ്കോറിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. നല്ലൊരു തിരിച്ചു വരവ്. എന്നിട്ടൊരു ബൗളിംഗ് ഇത്. ബൗൾ ചെയ്യുന്നു സാജൻ. വീണ്ടും ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ സജിത്തിന്റെ കൈകളിൽ ഭദ്രമാകുന്നു. അനസ് പുറത്താകുന്നു. സാജൻ 2ാമത്തെ വിക്കറ്റ് നേടുന്നു. സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് 5 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു. 13ാമത്തെ ഓവർ. ന്യൂ ബാറ്റർ ഷാഹിദ്. സ്ട്രൈക്കല്ല ഷാഹിദ്.
നല്ലൊരു ഷോട്ട്, പക്ഷേ ഫീൽഡറുണ്ട് വളരെ കൃത്യമായി ഫീൽഡ് ചെയ്യുന്നു. അവസാന ഓവറുകളിൽ കുറ്റനടികളിലൂടെ സ്കോർ ഉയർത്തുന്ന ബാറ്ററാണ് ഷാഹിദ്. പക്ഷേ സാധിക്കുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന് ഒരു സിംഗിൾ മാത്രമാണ് നേടുന്നത്. ശംഭു അദ്ദേഹത്തിന്റെ ആദ്യ 2 ഓവറുകൾ കൃത്യമായി പന്തെറിഞ്ഞു പോയതാണ്. നല്ലൊരു ബൗളറാണ്. നല്ലൊരു ഷോട്ടാ. അഷ്കറിന്റെ ബാറ്റിൽ നിന്ന് പിറകുന്നു ഒരു സിക്സർ. ശംഭു ബോൾ ചെയ്തു. വീണ്ടും അഷ്കറിന്റെ ബാറ്റിൽ നിന്ന് ലെഗിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർക്ക് മുകളിലൂടെ പന്ത് സിക്സിലേക്ക്. തുടരെ 2 സിക്സുകൾ നേടുന്നു സ്റ്റാർസ് ടൈഗേഴ്സിന് വേണ്ടി അഷ്കർ. 4 ഓവർ പിന്നിടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 85. ബോൾ ചെയ്യാനെത്തുന്നു അനസ്. വളരെ കൃത്യമായി പന്തെറിഞ്ഞ ബൗളറാണ് അനസ്. ആദ്യ ബോൾ ഒരു മോശം ബോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഷാഹിദിന്റെ ബാറ്റിൽ നിന്ന് ഒരു സിക്സർ പിറകുന്നു. സ്റ്റാർസ് ടൈഗേഴ്സിന്റെ ബാറ്റ് സ്ട്രൈറ്റിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ സഹീർ. നല്ലൊരു ഫീൽഡിങ്. ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. അനസിന്റെ ബൗളിംഗ്. ലഷ്കറിന്റെ ഒരു ഷോട്ട്. ഫീൽഡറുണ്ട്. ക്യാച്ച്. അഷ്കറിന്റെ വിക്കറ്റും നഷ്ടമാകുന്നു സ്റ്റാർസ് ടൈഗേഴ്സിന്. നൗഫൽ ന്യൂ ബാറ്റർ സ്ട്രൈക്കിലെത്തുന്നു. ബാറ്റിംഗ് തകർച്ചകൾക്കിടയിൽ രക്ഷകന്റെ വേഷമണിയാൻ ഇന്ന് നൗഫലിന്റെ ബാറ്റിങ്ങിന് കഴിയുമോ? നമുക്ക് കാത്തിരിക്കാം. ടൈറ്റൻസിന് വേണ്ടി കൃത്യമായി പന്തെറിയുന്നു ഇന്ന് അനസ്. 4 വിക്കറ്റുകൾ ഇതിനോടകം നേടിക്കഴിഞ്ഞു. അടുത്ത ബോൾ. എന്തൊരു ബൗളിംഗ് ഇത്! അത്ഭുതമാണ് ബൗളിംഗ്. 4 വിക്കറ്റുകൾ നേടിക്കൊണ്ട് ടൈറ്റൻസിന്റെ നെടുന്തൂണാകുന്നു അനസ്. നൗഫൽ ഒരു ഹാർഡ് ഹിറ്റർ ബാറ്ററാണ്. കാത്തിരിക്കാം നമുക്ക്. എഡ്ജെടുക്കുന്നു. ഫീൽഡേഴ്സ് വിട്ടുകളയുന്നു. ഒരവസരം ലഭിക്കുന്നു നൗഫലിന്. സ്ട്രൈക്കിൽ ഷാഹിദ്. നല്ലൊരു ബൗളിംഗ്. ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. 140-160 എന്ന സ്കോർ നേടിയാൽ പോലും സുരക്ഷിതമായൊരു സ്കോറാണ് ഈ പിച്ചിൽ. 20 ഓവർ മത്സരമാണ്. സ്ട്രൈക്കിൽ ഷാഹിദ് ബൗൾ ചെയ്യുന്നു. സജിത്തിന്റെ റിവേഴ്സ് ഷോട്ടിലൂടെ ഒരു കൂറ്റൻ 6 നേടുന്നു ഷാഹിദ്. ഷാഹിദിന്റെ മനോഹരമായ ഒരു ബാറ്റിംഗ്. സജിത്തിന്റെ പന്തിൽ ബൗൾഡാകുന്നു ഷാഹിദ്. അടുത്ത വിക്കറ്റും നഷ്ടമാകുന്നു. ബൗളേഴ്സ് നിറഞ്ഞാടുന്ന മത്സരമാണ്. സജീദ് വീണ്ടും സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല ന്യൂ ബാറ്റർ റിയാസ് അലിക്ക്. 16 ഓവർ പിന്നിടുമ്പോൾ സ്റ്റാർസ് ടൈഗേഴ്സ് 101 റൺസ്. ബൗൾ ചെയ്യുന്നു അനസ്. സ്ട്രൈക്കിൽ റിയാസ്. നല്ലൊരു ഫീൽഡിങ്ങുമായി ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. സ്ട്രൈക്കിലെത്തുന്നു നൗഫൽ. നൗഫലിന്റെ ബാറ്റിൽ നിന്ന് അങ്ങേക്കിലേക്ക് ഒരു സിക്സർ വരുന്നു. ടൂർണമെന്റിലെ മികവുറ്റൊരു സിക്സുമായി നൗഫൽ. നല്ലൊരു തിരിച്ചു വരവ് അനസ. 17 ഓവർ പിന്നിടുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ സ്ട്രൈക്കേഴ്സ് 109. ടൈറ്റൻസിന് വേണ്ടി ബൗൾ ചെയ്യുന്നു സജിദ്. ഓവറിൽ ആദ്യ ബോൾ. സ്ട്രൈക്കിൽ റിയാസിന്റെ ബാറ്റിൽ നിന്ന് സ്ട്രൈറ്റിലോട്ടൊരു ഷോട്ട്. ഫീൽഡർ സഹീർ നല്ലൊരു ക്യാച്ച് എടുക്കുന്നു. അടുത്ത വിക്കറ്റ് നഷ്ടമാകുന്നു സ്റ്റാർസ് ടൈഗേഴ്സിന്. ബൗണ്ടറിയിൽ നല്ലൊരു ക്യാച്ചുമായി സഹീർ. സ്ട്രൈക്കേഴ്സിന് വേണ്ടി ന്യൂ ബാറ്റർ റഹ്മാൻ ക്രീസിലെത്തുന്നു. സജിദ് കൃത്യമായ ബൗളിങ്ങിലൂടെ വിക്കറ്റുകൾ നേടുന്നു. ന്യൂ ബാറ്റർ റഹ്മാൻ. ഡോട്ട് ബോൾ. ഫൈനൽ മത്സരത്തിന്റെ എല്ലാ പ്രഷറും സ്റ്റാർസ് ടൈഗേഴ്സ് അജ്മാന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ബാറ്റിംഗ് തന്നെയാണ്. വേണ്ട വിധത്തിൽ സ്കോർ നേടാൻ സാധിക്കുന്നില്ല. റഹ്മാന്റെ ബാറ്റിൽ നിന്ന് ഒരു സിംഗിൾ പിറക്കുന്നു. സ്റ്റാർസ് ടൈഗേഴ്സിന്റെ അവസാന പ്രതീക്ഷയാണ് നൗഫൽ. ഔൾ ചെയ്തു സജിദ്.
നല്ലൊരു ബൗളിങ്ങിലൂടെ വീണ്ടും അത്ഭുതപ്പെടുത്തുന്നു സജിത്ത്. ടൈറ്റൻസിന് വേണ്ടി ബോൾ ചെയ്യാനെത്തുന്നു സാജൻ. സ്ട്രൈക്കിൽ നൗഫൽ ആദ്യ ബോൾ. സ്ട്രൈക്കിലേക്ക് ഒരു ഷോട്ട്. സഹീർ ഫീൽഡ് ചെയ്യുന്ന ഒരു സിംഗിൾ നേടുന്നു. അത് റഹ്മാന്റെ ഷോട്ട്. ഫീൽഡറുണ്ട്. റൺ ഔട്ടിൽ നിന്ന് മിസ്സായി പോകുന്നു. രക്ഷപ്പെട്ടു പോകുന്നു നൗഫൽ. 2 റൺ ഓടി പൂർത്തിയാക്കുന്നു. ടൈറ്റൻസിന്റെ ബൗളേഴ്സ് വളരെ കൃത്യമായി പന്തെറിഞ്ഞു പോകുന്നു. 19ാമത്തെ ഓവറാണ്. ഒരു ക്ലീൻ ബൗളർ റഹ്മാൻ. സാജൻ അടുത്ത വിക്കറ്റും നേടുന്നു. ഇന്ന് വളരെ കൃത്യമായി പന്തെറിഞ്ഞ ബൗളർമാരിൽ ഒരാളാണ് സാജൻ. 3ാമത്തെ വിക്കറ്റും നേടുന്നു. വീണ്ടും ഒരു ഡോട്ട് ബോൾ. സാജന്റെ കൃത്യമായ ബൗളിംഗ് ടൈറ്റൻസിന് വേണ്ടി. 19 ഓവർ പിന്നിടുമ്പോൾ 116 റൺസ് മാത്രമാണ് സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അവസാന ഓവർ എറിയാനെത്തിയിരിക്കുന്നു ടൈറ്റൻസിന് വേണ്ടി ശംഭു. സ്ട്രൈക്കിൽ നൗഫൽ. അവസാന ഓവറിൽ നൗഫലിന് സിക്സറുകളുടെ സ്കോർ നേടാൻ സാധിക്കുമോ? ആദ്യ പന്ത് തന്നെ ശംഭുവിനെതിരെ ഒരു കൂറ്റൻ ഷോട്ട്. പക്ഷേ ഫീൽഡർക്ക് മുകളിലൂടെ ഒരു സിക്സർ നേടുന്നു നൗഫൽ. ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. ആരു നേടും ഈ കപ്പ്? ആവേശകരമായ ഫൈനൽ മത്സരത്തിന്റെ അവസാന ഓവർ. ആദ്യ പന്തിൽ നൗഫൽ സിക്സർ നേടിയിരുന്നു. ശംഭു ബൗൾ ചെയ്യുന്നു. അടുത്ത ബോൾ. നല്ലൊരു ഫീൽഡിംഗ്. ഷറദ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. വൈഡിൽ നിന്ന് ബോളിട്ടടിക്കുന്നു. വിനീതിന്റെ കൈകളിൽ ഭദ്രമാകുന്നു. നൗഫലിന്റെ വിക്കറ്റും നഷ്ടമാകുന്നു. ഓൾ ഔട്ട് ആകുന്നു സ്റ്റാർ സ്ട്രൈക്കർ സജ്മാൻ. 122 റൺസിന് ഇന്നിംഗ്സ് അവസാനിക്കുന്നു. നല്ലൊരു സ്കോർ തന്നെയാണ്. ടൈറ്റൻസ് ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു വിനീത് ആൻഡ് വിപിൻ. ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ 2ാമത്തെ സീസൺ ഫൈനൽ മത്സരമാണ്. വിജയലക്ഷ്യം ടൈറ്റൻസിന് 121. സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് വേണ്ടി ബോൾ ചെയ്തു ഹക്കീം. ആദ്യ ബോൾ. ഫീൽഡർ അസ്കർ ഫീൽഡ് ചെയ്തു. റൺ നേടാൻ സാധിക്കും. ഹക്കീമിന്റെ പന്തില്ല. നല്ലൊരു ഷോട്ട്. ഫീൽഡർ ഉണ്ട് അവിടെ. ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. സ്ട്രൈക്കിലെത്തുന്നു വിപിൻ. നെക്സ്റ്റ് ബോൾ. നല്ലൊരു ഷോട്ട്. ഫീൽഡർ ഉണ്ട് റിഷാദ് ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ മാത്രമാണ് നേടുന്നത്. ചാമ്പ്യൻസ് ലീഗ് ആര് നേടും ഈ കപ്പ്? അശിയൊരു മത്സരം. നല്ലൊരു ബൗളിംഗുമായി ഹക്കീം. 123 വിജയലക്ഷ്യം. ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 2 റൺസ്. സ്ട്രൈക്കിൽ ടൈറ്റൻസിന് വേണ്ടി വിപിൻ ബൗൾ ചെയ്യുന്നു. അസ്കറിന്റെ ആദ്യ ബോൾ. റൺ നേടാൻ സാധിക്കുന്നില്ല. അസ്കറിന്റെ ബോളിംഗ് ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ നാസി ഒരു റൺസ് മാത്രമാണ് നേടുന്നത്. സ്ട്രൈക്കിലെത്തുന്നു. എന്തൊരു ബൗളിംഗ് ഇത്. നല്ലൊരു ചേഞ്ചറുമായി അസ്കറിന്റെ ബോൾ. വെയിറ്റ് ചെയ്ത് വിപിൻ ഓഫിലേക്ക് ഒരു ഷോട്ട്. പന്ത് ബൗണ്ടറിയിലേക്ക് എടുക്കുന്നു. വിപിന്റെ ബോളിലേക്ക് നല്ലൊരു ക്യാച്ച്. എന്തൊരു ഫീൽഡിംഗ് ഇത്. റിയാസിന്റെ നല്ലൊരു ഫീൽഡിങ്. അതേ വിക്കറ്റ് നഷ്ടമാകുന്നു ടൈറ്റൻസിന് വേണ്ടി ന്യൂ ബാറ്റർ വിപിൻ. സ്ട്രൈക്കിൽ വിനീത്. റഹ്മാന്റെ ബോളിംഗ് ലെഗ് സൈഡിലേക്ക് നല്ലൊരു ഷോട്ട്. ഒരു ബൗണ്ടറി നേടുന്നു വിനീത്. വിനീതിന്റെ ബാറ്റിൽ നിന്നൊരു കൂറ്റൻ ഷോട്ട്. ഫീൽഡർ അസ്കറിന്റെ കൈകളിൽ സിക്സർ വഴങ്ങിയതിന് ശേഷം റഹ്മാന്റെ നല്ലൊരു ബൗളിംഗ്. അസ്കറിന്റെ ഫീൽഡിംഗ് മികവിൽ മറ്റൊരു വിക്കറ്റ് കൂടി ലഭിക്കുന്നു സ്റ്റാർ സ്ട്രൈക്കേഴ്സിന്. വിനീത് ഔട്ടായി പുറത്തേക്ക്. ടൈറ്റൻസ് ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി ന്യൂ ബാറ്റർ സഹീർ. മുംബൈയുടെ ടെന്നീസ് ക്രിക്കറ്റിലെ മുടിച്ചൂട മന്നനാണ്. ഒരു ഹാർഡ് ഹിറ്റർ ബാറ്ററാണ് സഹീർ. നമുക്ക് കാത്തിരിക്കാം. വിജയലക്ഷ്യം വളരെ ചെറുതാണ്, പക്ഷേ ഇടവേളകളില്ലാതെ വിക്കറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു സ്റ്റാർ സ്ട്രൈക്കർ സജ്മാൻ.
ബൗൾ ചെയ്തു. ഒരു ഡോട്ട് ബോൾ. നല്ലൊരു ആവേശം നിറയ്ക്കുന്ന ഫൈനൽ മത്സരം. ക്രിക്കറ്റിന്റെ എല്ലാ സൗന്ദര്യങ്ങളും ഓടിയെത്തുന്ന ഫൈനൽ മത്സരം. ഹോപ്പിലേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ഷോട്ട്. ബൗണ്ടറി നേടുന്നു സഹീറ. ബൗൾ ചെയ്തു ഹക്കീമിന്റെ ആദ്യ പന്ത് സ്ട്രൈറ്റിലേക്ക് ഒരു ഷോട്ട്. പവർ പ്ലേയിൽ യഥേഷ്ടം റൺ നേടിയെടുക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. 3 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 21. സഹീർ സ്ട്രൈക്കിൽ. നല്ലൊരു ബൗൺസർ. വിജയലക്ഷ്യം വളരെ ചെറുതാണ്. 23. സ്ട്രൈക്കിൽ സഹീർ അബ്ബാസ്. ചെയ്തു ഹക്കീമിന്റെ മനോഹരമായ ബൗളിംഗിൽ ഒരു വിക്കറ്റ് കൂടി നഷ്ടമാകുന്നു. അപ്പീൽ ശക്തമാകുന്നു. പക്ഷേ അമ്പയർ അനുവദിക്കുന്നില്ല. ഒരു ശക്തമായ അപ്പീൽ അതിജീവിച്ചുകൊണ്ട് സഹീർ അബ്ബാസ്. പ്രഷർ ഫൈനലിന്റെ പ്രഷർ. നല്ലൊരു ബൗളിംഗ് ഹക്കീം. ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിൽ ആരായിരിക്കും ഈ ഗോൾഡൻ ചാമ്പ്യന്മാർ? ഒരു ഫീൽഡ് മിസ്സാവുന്നു റഹ്മാന്. ഒരു സിംഗിൾ റൺ നേടുന്നു. അതൊരു സ്റ്റാമ്പിങ്. പക്ഷേ ബാറ്റർ ക്രീസിൽ തന്നെയുണ്ട്. വിക്കറ്റ് കീപ്പർ അനസ്. സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു റിയാസിന്റെ ആദ്യ ബോൾ. ഒരു ഡോട്ട് ബോൾ. സ്ട്രൈക്കിലെത്തുന്നു ടി.സി. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡ് ചെയ്തു അഷ്കർ. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു സഹീർ അബ്ബാസ്. ഇന്നത്തെ ഈ ഫൈനൽ മത്സരത്തെ നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും. ഇത് ബൗളേഴ്സിന്റെ ദിനമാണ്. 20 ഓവർ ബാറ്റ് ചെയ്ത സ്റ്റാർ സ്ട്രൈക്കേഴ്സ് നേടിയത് 122 റൺസാണ്. 123 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യുന്ന ടൈറ്റൻസിന് 5 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് നേടാൻ സാധിച്ചിട്ടുണ്ട്. ബോൾ ചെയ്യാനെത്തുന്നു ഹക്കീമിന്റെ 3ാമത്തെ ഓവറാണ്. ആദ്യ പന്ത് തന്നെ ഒരു കൂറ്റൻ ഷോട്ട്. സഹീർ അബ്ബാസ്. ഫീൽഡർ അഷ്കറിന്റെ കൈകളിൽ തട്ട് പന്ത് ബൗണ്ടറിയിലേക്ക്. നല്ലൊരു ട്രൈ ആയിരുന്നു. പക്ഷേ അസ്കറിന് അത് കയ്യിലൊതുക്കാൻ സാധിച്ചില്ല. നല്ലൊരു ബൗളിംഗുമായ ഹക്കീം. ഒരു സിക്സർ വഴങ്ങിയതിന് ശേഷം നല്ലൊരു തിരിച്ചു വരവ്. ബൗളേഴ്സിന്റെ കൃത്യമായ ഓഫിലേക്ക് നല്ലൊരു ഷോട്ട്. ഒരു മിസ് ഫീൽഡിലൂടെ ടൈറ്റൻസിന് 2 റൺസ് ലഭിക്കുന്നു. സ്ട്രൈക്കിൽ സഹീർ അബ്ബാസ്. ഹക്കീമിന്റെ ബൗളിംഗ്. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. പന്ത് ബൗണ്ടറിയിലേക്ക്. ഫീൽഡർ പിറകെ. 2 റൺ ഓടി പൂർത്തിയാക്കുന്നു. ടൈറ്റൻസിന് വേണ്ടി ബിബിൻ സഹീർ അബ്ബാസ് പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. 6 ഓവർ പിന്നിടുമ്പോൾ 46. 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം 123 സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് വേണ്ടി ബോൾ ചെയ്യാനെത്തുന്നു റിഫാദ്. ആദ്യ ബോൾ. ഒരു കീപ്പർ ക്യാച്ച്. ആദ്യ ബോളിൽ തന്നെ റിഫാദ് വിക്കറ്റ് നേടുന്നു. ആ ഒരു പാർട്ണർഷിപ്പ് നല്ലൊരു ബാറ്റിംഗ് ആയിരുന്നു സഹീർ അബ്ബാസ്. പക്ഷേ അദ്ദേഹത്തിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. ടൈറ്റൻസിന് വേണ്ടി ന്യൂ ബാറ്റർ ഷാംബു. ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ്. ഒരു ഹാർഡ് ഹിറ്ററാണ്. നമുക്ക് കാത്തിരിക്കാം ഷാംബുവിലൂടെ ടൈറ്റൻസിന് വിജയത്തിലെത്താൻ സാധിക്കുമോ? സ്റ്റാർ സ്ട്രൈക്കേഴ്സ് ബൗളിംഗിൽ പിടിമുറുകുന്നു. നല്ലൊരു പാർട്ണർഷിപ്പായിരുന്നു സഹീർ അബ്ബാസ് ബിബിൻ. പക്ഷേ റിഫാദിന്റെ ബൗളിംഗിൽ അത് വേർപിരിയുന്നു. ന്യൂ ബാറ്റർ ഷാംബു. ചെറിയ ഒരു സ്കോർ ആയിരുന്നിട്ട് പോലും നല്ലൊരു ഫൈറ്റ് മത്സരം വരുന്നു. റിഫാദിന്റെ അടുത്ത ബോൾ. ഷാംബു സ്ട്രൈക്കിൽ ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡറുണ്ട്. ഷിബിലി ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ. ടൈറ്റൻസിന് വേണ്ടി സ്ട്രൈക്കിലെത്തുന്നു ബിബിൻ. റിഫാദിന്റെ അടുത്ത ബോൾ. നല്ലൊരു ബൗളിംഗ് ആയിരുന്നു. പക്ഷേ സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ഷാംബു. ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ ആവേശകരമായ ഫൈനൽ മത്സരം. റിഫാദ് ബോൾ ചെയ്യുന്നു. സ്ട്രൈക്കിൽ ഷാംബുവിന്റെ ബാറ്റിൽ നിന്ന് നല്ലൊരു കൂറ്റൻ ഷോട്ട്. ഫീൽഡർ. ഫീൽഡേഴ്സ്. 2 ഫീൽഡേഴ്സിന്റെ ഗ്യാപ്പിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക്. നല്ലൊരു യോർക്കർ ബോൾ. പക്ഷേ സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ബിബിൻ. 7 ഓവർ പിന്നിടുമ്പോൾ
ടൈറ്റാൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 54. 8ാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തുന്നു സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് വേണ്ടി അഷ്കർ. ഓവറിൽ ആദ്യ ബോൾ. നല്ലൊരു ട്രൈ ആയിരുന്നു. ഒരു സിംഗിൾ നേടുന്നു. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ ഷാഹിദ് 2 റൺ ഓടി പൂർത്തിയാക്കുന്നു. വിപിൻ ടൈറ്റാൻസിന് വേണ്ടി സ്ട്രൈക്കിൽ അടിക്കുന്നു. റിയാസ് വിട്ട് കളയുന്നു. റണ്ണായ ക്യാച്ച്. ാണ് വിജയലക്ഷ്യം. നല്ലൊരു ബാറ്റിംഗുമായി വിപിൻ ടൈറ്റൻസിന് വേണ്ടി ഒരു റിവേഴ്സിന് ശ്രമിക്കുന്നു. നല്ലൊരു 6 നേടുന്നു. ഒരു കൂറ്റൻ 6 റിവേഴ്സ് ഷോട്ടിലൂടെ. ഓവർ പിന്നിടുമ്പോൾ ടൈറ്റൻസ് 65 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ. സ്ട്രൈക്കിൽ ഷംഭു. ബോൾ ചെയ്യാനെത്തുന്നു ഷാഹിദ്. ഷാഹിദിന്റെ ആദ്യ ഓവറാണ്. ആദ്യ ബോൾ. ഒരു വൈഡ് സിഗ്നൽ. വിപിൻ ഇന്ന് ടൈറ്റാൻസിന് വേണ്ടി നല്ലൊരു ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. പന്ത് ബൗണ്ടറിയിലേക്ക്. ഫീൽഡർ ഉണ്ട്. 2 റണ്ണോട് പൂർത്തിയാക്കുന്നു. ഗ്യാപ്പുകൾ കണ്ടെത്തി അവിടെ സ്കോർ നേടുന്ന ഒരു ബാറ്ററാണ് വിപിൻ. ബോൾ ചെയ്യുന്നു ഷാഹിദ്. നല്ലൊരു ബൗളിംഗ്. ഒരു സിംഗിൾ റൺ. ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗ് ആരു നേടും ഈ കപ്പ്? ടൈറ്റൻസും സ്റ്റാർ സ്ട്രൈക്കേഴ്സും തമ്മിലുള്ള വാശിയേറിയ മത്സരം. സ്ട്രൈക്കിൽ ഷംഭു. ബൗൾ ചെയ്യുന്നു ഷാഹിദ്. ഒരു ഫുൾ ടോസ് ബോൾ. വിട്ട് കളയുന്നു. റണ്ണായ ക്യാച്ച്. 123 വിജയലക്ഷ്യം. ഇപ്പോൾ ക്രീസിലുള്ള 2 ബാറ്റർമാർക്കും ഓരോ ലൈഫുകൾ ലഭിക്കുന്നു. ഷാഹിദിന്റെ അടുത്ത ബോൾ. നല്ലൊരു ബൗളിംഗ്. റൺ നേടാൻ സാധിക്കുന്നില്ല. 9 ഓവർ പിന്നിടുമ്പോൾ ടൈറ്റൻസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 73. ഇനി വേണ്ടത് 50 റൺസാണ്. ബൗൾ ചെയ്യാനെത്തുന്നു റിയാസ്. സ്റ്റാർ സ്ട്രൈക്കേഴ്സിന്റെ ബൗളർ റിയാസ്. ആദ്യ പന്തിൽ നല്ലൊരു ബൗളിംഗ്. റിയാസ് ഈ ഓവറിൽ വിക്കറ്റ് നേടുമോ അതോ ഷംഭു റിയാസിനെതിരെ 6 നേടുമോ? ഒരു ഫുൾ ടോസ് ബോൾ. ഒന്നും സംഭവിക്കുന്നില്ല. ഒരു സിംഗിൾ മാത്രം. വിജയലക്ഷ്യം വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സിംഗിളുകളിലൂടെ സ്കോർ ഉയർത്തുന്നു വിപിൻ. ഇടയിലൂടെ 6 നേടുന്നു. നല്ലൊരു ബാറ്റിംഗ് ആണെന്ന് വിപിൻ. TC ടൈറ്റൻസിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. ഒരു സിംഗിൾ നേടുന്നു വീണ്ടും. റിയാസിന്റെ അടുത്ത ബോൾ. നല്ലൊരു ഷോട്ട്. ഫീൽഡർക്ക് മുകളിലൂടെ ഒരു സിംഗിൾ റൺ നേടുന്നു വിപിൻ. സ്ട്രൈക്കിലെത്തുന്നു. റിയാസിന്റെ ബൗളിംഗ്. പിന്നെ ഒരു റിവേഴ്സ് ഷോട്ട്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ഷംഭു. ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ ടൈറ്റാൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് 78 റൺസ് എടുത്തിരിക്കുന്നു. ഇനി വേണ്ടത് 45 റൺസാണ് 60 പന്തുകളിൽ. പക്ഷേ ഈ ഒരു പിച്ചിൽ അതും പ്രയാസകരം തന്നെയാണ്. നല്ലൊരു ടൈറ്റ് മത്സരമാണ്. വളരെ ശക്തമായ ഒരു ബാറ്റിംഗുമായി വിപിൻ ആൻഡ് ഷംഭു. അഷ്കർ ബൗൾ ചെയ്യുന്നു. ആദ്യ ബോൾ. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ഷംഭു. നല്ലൊരു പാർട്ട്ണർഷിപ്പാണ്. ലെഫ്റ്റ് റൈറ്റ് പാർട്ട്ണർഷിപ്പ്. എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇരുവരുടെയും മനസ്സാന്നിധ്യം. ചെറിയ സ്കോറായിരുന്നിട്ട് പോലും വിക്കറ്റുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സിംഗിളുകൾ നേടി. ഇടയിലൂടെ 6 നേടി. നല്ലൊരു പാർട്ട്ണർഷിപ്പ്. ടൈറ്റൻസിനെ പ്രഷറിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഷംഭുവിന്റെ ബാറ്റിൽ നിന്ന് അങ്ങേക്ക് ഒരു കൂറ്റൻ 6 പിറക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് ഹാർഡ് ഹിറ്റർ ഷംഭു. ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലാണ്. 2 ഗോൾഡൻ ചാൻസുകളാണ് ഇരുവർക്കും നൽകിയത് ടൈറ്റൻസ്. അഷ്കർ ബൗൾ ചെയ്തു. സ്ട്രൈക്കിൽ ഷംഭു. നല്ലൊരു ബൗളിംഗുമായി അഷ്കർ. 11 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ ടൈറ്റൻസ് 59 റൺസ്. നല്ലൊരു പാർട്ട്ണർഷിപ്പ് വിപിൻ ആൻഡ് ഷംഭു. ഈ പാർട്ട്ണർഷിപ്പ് റിഫാദിന് വിക്കറ്റ് എടുക്കാൻ സാധിക്കുമോ? ഒരു ഫുൾ ടോസ് ബോൾ. ഫീൽഡർ പറഞ്ഞു തീരും മുന്നേ പാർട്ട്ണർഷിപ്പ് പൊളിച്ചെഴുതുന്നു റിഫാദിന്റെ ബൗളിംഗില്. വിപിൻ നല്ലൊരു ബാറ്റിംഗ് ആയിരുന്നു ടൈറ്റൻസിന് വേണ്ടി കാഴ്ചവെച്ചത്. വിജയത്തോട് അടുപ്പിച്ചാണ് അദ്ദേഹം ഔട്ടാകുന്നത്. ടൈറ്റൻസിന് വേണ്ടി ന്യൂ ബാറ്റർ ജമീൻ. ബോൾ ചെയ്യുന്നു റിഫാദ്. കഴിഞ്ഞ പന്തിൽ റിഫാദ് വിക്കറ്റ് നേടിയിരുന്നു. ഒരു
സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ശംഭു. ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ ആ പൊൻകിരീടം ശംഭുവിന്റെ ബാറ്റിങ്ങിലൂടെ ടൈറ്റാൻസിന് നേടാൻ കഴിയുമോ? ആരു നേടും ഈ കപ്പ്? റിഫാദ് ബൗൾ ചെയ്യുന്നു. കൃത്യമായ ബൗളിങ്ങിലൂടെ റിഫാദിനെതിരെ വീണ്ടും ഒരു കൂറ്റൻ 6 പിറക്കുന്നു ശംഭുവിന്റെ ബാറ്റിൽ നിന്ന്. ഇനി വേണ്ടത് 27 റൺസാണ് ശേഷിക്കുന്നത്. 6 വിക്കറ്റുകളാണ്. ഷാഹിദ് ബൗൾ ചെയ്യുന്നു. സ്ട്രൈക്കിൽ ജമീൻ. ആരു നേടും ഈ കപ്പ്? നമുക്ക് കാത്തിരിക്കാം. ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ. നല്ലൊരു ഡൈവിംഗ് ആയിരുന്നു, പക്ഷെ മിസ്സായി പോകുന്നു. അഷ്കറിന്റെ നല്ലൊരു ട്രൈ. തല്ലന്നാരഴകെ എന്തു പറയണം ആ ഒരു മിസ്സിനെ കുറിച്ച്. ഷാഹിദിന്റെ അടുത്ത ബോൾ. വീണ്ടും ഒരു ഡോട്ട് ബോൾ. ഷാഹിദ് വീണ്ടും ഒരു സിംഗിൾ നേടുന്നു. 20 ഓവർ മത്സരത്തിന്റെ ഫൈനൽ ആവേശം. ഒരു ഫുൾ ടോസ് ബോൾ. സ്ട്രൈറ്റിൽ നാസി ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ജമീൻ. ടൈറ്റാൻസ് ക്രിക്കറ്റ് ക്ലബിന് വേണ്ടത് ഇനി 25 റൺസാണ് ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ 2ാമത് സീസൺ കിരീടം ഉയർത്താൻ. ബൗൾ ചെയ്യുന്നു റിയാസ്. റിയാസിന് ആദ്യ പന്ത്. ഒപ്പിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ പിറകെ ഒരു സിംഗിൾ നേടുന്നു. ജമീൻ ശംഭു കൂട്ടുകെട്ടിലൂടെ വിജയത്തിലെത്തിക്കുമോ ടൈറ്റാൻസിനെ? നമുക്ക് കാത്തിരിക്കാം. വീണ്ടും ഒരു സിംഗിൾ. ഡോട്ട് ബോൾ. വീണ്ടും റിയാസിന്റെ മനോഹരമായ ബൗളിംഗ്. സ്റ്റാർ സ്ട്രൈക്കേഴ്സിന് വേണ്ടി ശംഭുവിന്റെ ബാറ്റിൽ നിന്ന് വീണ്ടും പിറക്കുന്ന ഒരു കൂറ്റൻ 6. എന്ന് ടൈറ്റാൻസിന് വേണ്ടി കപ്പ് ഉയർത്തി അടങ്ങൂ എന്ന വാശിയിലാണ് ശംഭു. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ശംഭുവിനെ പൂട്ടാൻ തന്ത്രങ്ങളില്ലാതെ സ്ട്രൈക്കേഴ്സ്. ഇനി വേണ്ടത് വെറും 16 റൺസാണ്. നല്ലൊരു ബൗളിംഗ്. റിയാസ് ഒരു 6 വഴങ്ങിയതിന് ശേഷം നല്ലൊരു തിരിച്ചുവരവ്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ജമീൻ. അത് ഡബിളാക്കി മാറ്റുന്നു. 16 ടീമുകൾ പങ്കെടുത്ത ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിന്റെ സമാപനത്തിലേക്ക് വേണ്ടത് വെറും 14 റൺസാണ് ടൈറ്റാൻസിന് വേണ്ടി. ജമീൻ ഓഫിലേക്ക് നല്ലൊരു കട്ട് ഷോട്ട്. ഒരു സിംഗിളിലൂടെ സ്ട്രൈക്ക് ശംഭുവിലേക്ക് കൈമാറുന്നു. നല്ലൊരു പാർട്ട്ണർഷിപ്പാണ് ജമീൻ ആൻഡ് ശംഭു. ബൗൾ ചെയ്തു ഷാഹിദ്. ഷാഹിദിന്റെ ഒരു ഫുൾ ടോസ് ബോൾ. വീണ്ടും ഒരു കൂറ്റൻ 6 നേടുന്നു. ഇന്നത്തെ താരം ശംഭുവാണ്. ബൗളിംഗിലും ബാറ്റിംഗിലും റിയൽ ഓൾറൗണ്ടർ ശംഭു. ടൈറ്റാൻസിന് വേണ്ടി എന്തൊരു പ്രകടനം ഇത്! കണ്ണ് തുറന്നു തന്നെ കാണുക ശംഭുവിന്റെ ഓൾറൗണ്ട് പ്രകടനം. എന്ന് ടൈറ്റാൻസിന് വേണ്ടി ഒരു മെയ്ഡ് ഇൻ ഓവർ എറിഞ്ഞ ബൗളറാണ് ശംഭു. വിജയിക്കാൻ വേണ്ടത് 7 റൺസ്, 50ക്ക് വേണ്ടത് 5 റൺസ്. 50യിലൂടെ ടീമിനെ സ്കോർ ലെവലിലെത്തിക്കുന്നു. ടൈറ്റാൻസ് കപ്പ് ഉറപ്പിക്കുന്നു. ഗോൾഡൻ ചാമ്പ്യൻസ് ലീഗിന്റെ 2ാമത് സീസൺ കപ്പ് ഉറപ്പിക്കുന്നു. 50യിലൂടെ ശംഭുവിന്റെ നല്ലൊരു 50 എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു ഗോൾഡൻ ചാൻസ് ലഭിച്ചതിന് ശേഷം അത്യുജ്വല ബാറ്റിംഗുമായി ശംഭു. വേണ്ടത് ഒരേ ഒരു റൺസ്. വിജയ റൺ ശംഭുവിന്റെ ബാറ്റിംഗിലൂടെ. നല്ലൊരു ഫൈറ്റ് മത്സരമായിരുന്നു. ബൗളേഴ്സ് ഇരുവശത്തും നിറഞ്ഞാടിയ ഒരു മത്സരമായിരുന്നു. പക്ഷേ ശംഭുവിന്റെ ഒറ്റയാൾ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ടൈറ്റാൻസ് വളരെ അനായാസം വിജയത്തിലേക്ക്. 6 വിക്കറ്റിന്റെ വിജയം. Nine innings, 314 runs, average 39.25, then strike rate 155.45. Mr. Riaz. അച്ഛമാന് വേണ്ടി ചാമ്പ്യൻസ് ലീഗിന്റെ ടൈറ്റാൻസ് ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി ട്രോഫി ഏറ്റുവാങ്ങുന്നു ക്യാപ്റ്റൻ സജിത്.